ശാരിക പൈതലിന്റെ ഈണങ്ങളിൽ രാമായണ ശീലുകൾ ഉണരുന്ന കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. പഞ്ഞക്കർക്കിടകത്തിൽ ഉൾത്താപം കുറയ്ക്കാനും മനുഷ്യനെ സച്ചിന്തകളിലേക്ക് നയിക്കാനുമാണ് രാമായണ വായന. ഇനിയുള്ള 31 നാൾ രാമന്റെ ധർമ്മസങ്കടങ്ങളിലൂടെയും സീതയുടെ കഠിന ദുഃഖങ്ങളിലൂടെയും രാമായണം വായിക്കുന്നയാളും സഞ്ചരിക്കുന്നു. നാം എങ്ങനെയാകണമെന്നും എങ്ങനെ ആകരുതെന്നും രാമായണം പഠിപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങളിലും ഉൾപ്പെടെ ഇനി രാമായണ ശീലുകൾ ഉയർന്നു കേൾക്കാം. തിരിമുറിയാതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകം ഇപ്പോൾ കലണ്ടറിൽ മാത്രമാണ്. മലയാളിയുടെ മനസ്സിൽ ഇന്ന് അത് രാമായണ മാസം കൂടിയാണ്. മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറി. മഴപ്പെയ്ത്തിന്റെ ഇരമ്പലിനുള്ളിൽ അധ്യാത്മരാമായണ ശീലുകളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് കേരളം മുഖരിതമാകും ഇനിയുള്ള 31 നാളുകൾ. മലയാളിയുടെ മനസ്സിൽ വീണ്ടും തുഞ്ചന്റെ കിളിക്കൊഞ്ചൽ ഉണരുകയാണ്. ക്ഷേത്രങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ ഇനി രാപ്പകൽ ഭേദമന്യേ രാമായണ ശീലുകൾ മുഴങ്ങും. തുഞ്ചത്തെ രാമാനുജനെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മിക്കയിടത്തും പാരായണം ചെയ്യുന്നത്. രാമായണ മാസമാണ്. കാമംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം രാമായണ മാസാചരണത്തിൻ്റെ നിറവിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രമാണ് കാമംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം. 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുകയും ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതലേ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാമംകുളങ്ങര ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു വരികയാണ്. 31 ദിവസവും രാമായണ പാരായണത്തോടൊപ്പം മരിച്ചെറുപ്പ് പൂജകളും ഒക്കെ കൃത്യമായി നടന്നു വരികയാണ്. ഉത്തമ ഭരണാധികാരിയുടെയും ഉത്തമ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകകൾ കാണിച്ചു തരുന്ന കൃതിയാണ് രാമായണം. രാമായണ കഥാപാത്രങ്ങൾ ആദർശ മാതൃകകളാണ്. ശ്രീരാമനെ മാതൃകാ പുരുഷനായാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനം കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായി നിൽക്കുന്നു. രാമായണ മാസം, കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസത്തിൽ നിന്ന് ഒരു ആധ്യാത്മിക മാസം അല്ലെങ്കിൽ രാമചരിത വായനയുടെ ആയിട്ടുള്ളൊരു മാസമായിട്ട്, രാമായണ മാസമായിട്ട് ഈ കർക്കിടക മാസത്തെ മാറ്റി ഇന്ന് ആധ്യാത്മികതയുടെ ഒരു കാലഘട്ടമായിട്ടാണ് കർക്കിടക മാസം ആചരിക്കപ്പെടുന്നത്. കർക്കിടക പുലർച്ചെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചവറ.